ലോക ചരിത്രത്തിലെ എക്കാലത്തെയും ഇരുണ്ടയേടാണ് ഹിറ്റ്ലറുടെ ജർമ്മൻ കാലം. മനുഷ്യവിരുദ്ധതയുടെ ചോര മണക്കുന്ന നാളുകൾ. ഇന്നും ആ പ്രത്യയശാസ്ത്രത്തിന് ആരാധകരുണ്ട് എന്നതാണ് ഏറെ ഭയക്കേണ്ട മറ്റൊരു കാര്യം. എത്ര പറഞ്ഞാലും തീരാത്തത്ര കൊടും കുരുതികളുടെ മാംസം പുകഞ്ഞ റാവൻസ്ബ്രൂക്കും ഓഷ്വിറ്റ്സും ഡാച്ചവും, നിഷ്കരണം കൊന്നു തള്ളിയ കുഞ്ഞുങ്ങളുടെ 10,000-കണക്കിന് കുഞ്ഞുടുപ്പുകളുടെ ശേഖരമുള്ള മ്യൂസിയങ്ങൾ. ഒരിക്കൽ കൂടി പിഴവ് പറ്റാതിരിക്കാൻ നമുക്കിതൊക്കെ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കാം. വീഡിയോ അല്പം ലെങ്തിയാണ്, ദയവായി മുഴുവൻ കാണുക. നമസ്കാരം. ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അഡോൾഫ് ഹിറ്റ്ലർ നയിച്ച തീവ്ര വലതുപക്ഷ പ്രസ്ഥാനവും 1920 സ്ഥാപിതവുമായ നാസി പാർട്ടി മഹാമാന്ദ്യത്തിൻ്റെ പ്രതിസന്ധി കാലം വരെ കാര്യമായ ജനപിന്തുണയൊന്നും നേടിയിരുന്നില്ല. 1933 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് ഹിറ്റ്ലറെ ചാൻസലറായി നിയമിച്ചു. ആ സമയത്ത് നാസികളല്ലാത്തവർക്കായിരുന്നു ജർമ്മനിയുടെ സർക്കാരിൽ കൂടുതൽ ആധിപത്യമുണ്ടായിരുന്നത്. എന്നാൽ നാസികൾ നിയന്ത്രണം വേഗത്തിൽ പിടിച്ചെടുക്കാൻ വേണ്ടി അടിയന്തര ഉത്തരവുകൾ, അക്രമം, ഭീഷണി എന്നിവ പ്രയോഗിച്ചു. അവർ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിരോധിച്ചു. അതിൻ്റെ പരമോന്നത നേതാവായ ഹിറ്റ്ലർ ജർമ്മനിയെ ഒരു ഏകകക്ഷി രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ജർമ്മനി വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. 1919 ഒരു ഉടമ്പടി ജർമ്മനിയുടെ മേൽ കഠിനമായ നിബന്ധനകൾ ഏർപ്പെടുത്തി. അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. കൂടാതെ രാജ്യം അതിൻ്റെ രാജവാഴ്ചയെ അവസാനിപ്പിച്ച് അതിൻ്റെ സ്ഥാനത്ത് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റായ പുതിയ വെയ്മർ റിപ്പബ്ലിക് നിലവിൽ വന്നു. കൂടെ തീവ്ര വലതുപക്ഷത്തിലൂടെ വംശീയവും സെമിറ്റിക് വിരുദ്ധവുമായ ഗ്രൂപ്പുകളും ഉയർന്നു വന്നു. യുദ്ധത്തിൽ ജർമ്മനിയുടെ പരാജയത്തിന് അവർ ജൂതന്മാരെയാണ് കുറ്റപ്പെടുത്തിയത്. ഈ ഗ്രൂപ്പുകൾ വെയ്മർ റിപ്പബ്ലിക്കിനെയും വെയ്മർ ഉടമ്പടിയെയും എതിർത്തു. അവർ ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ, മുതലാളിത്തം, സോഷ്യലിസം, കമ്മ്യൂണിസം എന്നിവയ്ക്കൊക്കെ എതിരായിരുന്നു. ജർമ്മൻ വോൾക്കിലോ വംശത്തിലോ ഉൾപ്പെടാത്ത എല്ലാവരെയും ജർമ്മൻ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ അവർ തീരുമാനിച്ചു. 1919 സെപ്റ്റംബറിൽ മ്യൂണിക്കിൽ നടന്ന ഈ ഗ്രൂപ്പുകളിൽ ഒന്നായ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ യോഗത്തിൽ ഹിറ്റ്ലർ പങ്കെടുത്തു. ഈ ചെറിയ രാഷ്ട്രീയ സംഘടന ജർമ്മൻ തൊഴിലാളികളെ സോഷ്യലിസത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. യോഗത്തിൽ ഹിറ്റ്ലറുടെ പൊതുപ്രസംഗത്തിലെ കഴിവുകൾ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. അദ്ദേഹത്തെ ഒരു പ്രധാന സ്ഥാനത്തേക്ക് നിയമിച്ചു. 1920 ഹിറ്റ്ലർ പാർട്ടിയുടെ പേര് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന് മാറ്റി. നാഷണൽ സോഷ്യലിസം എന്നത് ഒരു വംശീയവും സെമിറ്റിക് വിരുദ്ധവുമായ രാഷ്ട്രീയ സിദ്ധാന്തമായിരുന്നു. ഹിറ്റ്ലറുടെ ജന്മനാടായ ഓസ്ട്രിയയിൽ മാർക്സിയൻ സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും വിരുദ്ധതയായി ഇത് വികസിപ്പിച്ചെടുത്തിരുന്നു. 1920 ഹിറ്റ്ലർ ഒരു 25 പരിപാടിക്ക് രൂപം നൽകി. ശക്തമായ കേന്ദ്രീകൃത സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗ്രേറ്റർ ജർമ്മനിക്ക് വേണ്ടിയായിരുന്നു പരിപാടി. ജർമ്മൻകാരല്ലാത്ത എല്ലാവരുടെയും, പ്രത്യേകിച്ച് ജൂതന്മാരുടെ പൗരത്വവും മറ്റവകാശങ്ങളും ഈ പരിപാടി മൂലം നിർത്തലാക്കി. ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസി പാർട്ടി ക്രമാനുഗതമായി വളർന്നു. സൈന്യം, വൻകിട ബിസിനസ്സുകാർ, സമൂഹം എന്നിവയിലെ സ്വാധീനമുള്ള ആളുകളുടെ പിന്തുണ അത് നേടിയെടുത്തു. മറ്റ് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളെയും പാർട്ടി സ്വീകരിച്ചു. 1923 നവംബർ 8-9 തീയതികളിൽ ഹിറ്റ്ലറും കൂട്ടാളികളും ബവേറിയൻ സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ നടത്തിയ ഒരു ശ്രമം പരാജയപ്പെട്ടു. മ്യൂണിക്കിലെ ഒരു ബിയർ ഹാളായ ബർഗർ ബ്രൗ കെല്ലറിലാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. ഒന്നാം ലോകമഹായുദ്ധ നായകൻ ജനറൽ എറിക് ലുഡൻഡോർഫ്, ഹിറ്റ്ലർ, മറ്റ് നാസി നേതാക്കൾ എന്നിവരാണ് മാർച്ച് നയിച്ചത്.
ഏകദേശം 2000 നാസികളും അനുഭാവികളും ഇതിലുൾപ്പെട്ടു. സിറ്റി പോലീസ് ജാഥക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ വെടിവയ്പ്പിലേക്ക് നയിച്ചു. 4 പോലീസുകാരും 14 നാസികളും കൊല്ലപ്പെട്ടു. അട്ടിമറിക്ക് ശേഷം ജർമ്മൻ അധികൃതർ നാസി പാർട്ടിയെ നിരോധിച്ചു. അതിലെ നിരവധി നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും ചെയ്തു. 1924 ഏപ്രിലിൽ ഹിറ്റ്ലറെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 5 വർഷം തടവിന് ശിക്ഷിച്ചു. എന്നാൽ എന്തോ കാരണം കൊണ്ട് അതേ വർഷം ഡിസംബറിൽ തന്നെ അദ്ദേഹത്തെ വിട്ടയച്ചു. ജയിലിൽ ആയിരിക്കുമ്പോൾ ഹിറ്റ്ലർ തൻ്റെ പുസ്തകമായ മെയിൻ കാംഫ് എഴുതാൻ തുടങ്ങി. ആ പുസ്തകം തൻ്റെ ലോകവീക്ഷണവും വ്യക്തിപരമായുള്ള ദൗത്യവും വിശദീകരിച്ചു. ഭൂമിയും അതിലെ വിഭവങ്ങളും നിയന്ത്രിക്കുന്നതിനായി വംശങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ജർമ്മൻ മാസ്റ്റർ റേസിനെ നയിക്കാൻ താൻ വിധിക്കപ്പെട്ടവനാണെന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. വംശീയ ശുദ്ധമായ ഒരു രാഷ്ട്രം സൃഷ്ടിച്ചും സോവിയറ്റ് യൂണിയനിലെ ലെബൻസ്ട്രോം കീഴടക്കുകയും ഇത് നേടും എന്നയാൾ പ്രതിജ്ഞ ചെയ്തു. അതുകൂടാതെ ജർമ്മനിയുടെ ആത്യന്തിക ശത്രുവായ ജൂതന്മാരെയും അവരുടെ ഏറ്റവും അപകടകരമായ ആയുധമായ ജൂഡോ ബോൾഷെവിസത്തെയും അദ്ദേഹം നശിപ്പിക്കുമെന്നും പറഞ്ഞു. ഹിറ്റ്ലറുടെ മോചനത്തിന് ശേഷമാണ് മെയിൻ കാംഫ് പ്രസിദ്ധീകരിച്ചത്. ചാൻസലറായി മാറിയതിനു ശേഷം ഇത് ജർമ്മനിയിൽ ബെസ്റ്റ് സെല്ലറായി മാറി. അട്ടിമറി പരാജയപ്പെട്ടതിനു ശേഷം വെയ്മർ റിപ്പബ്ലിക്കിനെ നശിപ്പിക്കാൻ ജനാധിപത്യ മാർഗങ്ങളിലൂടെ സാധിക്കൂ എന്ന നിഗമനത്തിലെത്തി ഹിറ്റ്ലർ. 1925 നാസി പാർട്ടിയുടെ മേലുള്ള നിരോധനം നീക്കാൻ അദ്ദേഹം ബവേറിയയിലെ നേതാക്കളിൽ സമ്മർദ്ദം ചെലുത്തി. തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ അധികാരം തേടുകയുള്ളൂ എന്ന് ഹിറ്റ്ലർ അവർക്ക് വാക്കുകൊടുത്തു. തുടർന്ന് അദ്ദേഹം നാസി പാർട്ടിയെ തൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. പാർട്ടി എന്നാൽ അതിൻ്റെ 25 പരിപാടിയല്ല, മറിച്ച് അതിൻ്റെ നേതാവായ ഹിറ്റ്ലറിനോടുള്ള പൂർണ്ണ വിശ്വസ്തതയാണ്. അങ്ങനെ നാസി പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായി. ഓരോ ജർമ്മൻ സംസ്ഥാനത്തും അവർ ശാഖകൾ സംഘടിപ്പിച്ചു. പ്രദേശങ്ങൾ, നഗരങ്ങൾ, പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ കേഡറുകൾ സ്ഥാപിക്കുന്നതിനായി ഈ ശാഖകൾ പ്രവർത്തിച്ചു. നാസി പാർട്ടിക്ക് കർശനമായ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു കമാൻഡ് ഘടനയാണ് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുക്കുന്നതിന് പകരം മുകളിൽ നിന്നാണ് ഉദ്യോഗസ്ഥരെ നിയമിച്ചത്. ഓരോ മേഖലയിലും ഒരു ഗൗളിറ്റർ അല്ലെങ്കിൽ ജില്ലാ നേതാവ് തലവനായി സേവനമനുഷ്ഠിച്ചു. ഈ സ്ഥാനത്തേക്ക് ഹിറ്റ്ലർ തന്നെ നിയമിക്കുകയും അദ്ദേഹത്തിന് നേരിട്ട് ഉത്തരവ് നൽകുകയും ചെയ്തു. 1928 ജർമ്മനിയുടെ പാർലമെൻറ്റായ റീച്ച്സ്റ്റാഗിലേക്കുള്ള തെരഞ്ഞെടുപ്പോടെ നാസി പാർട്ടിയുടെ അംഗസംഖ്യ 4 ഇരട്ടിയായി വർദ്ധിച്ചു. പക്ഷേ അവർക്ക് 2.6% വോട്ടുകളും 12 സീറ്റുകളും മാത്രമേ നേടാനായുള്ളൂ. പേരുണ്ടായിരുന്നിട്ടും നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിക്ക് വ്യാവസായിക തൊഴിലാളികളിൽ നിന്ന് കാര്യമായ പിന്തുണയൊന്നും ലഭിച്ചില്ല. ഒരു ബഹുജന പ്രസ്ഥാനം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഹിറ്റ്ലറെ ഇത് ഒട്ടും തന്നെ ആശങ്കപ്പെടുത്തിയുമില്ല. വെയ്മർ റിപ്പബ്ലിക്കിനെ ഇഷ്ടപ്പെടാത്തവരും സോഷ്യലിസത്തെയും കമ്മ്യൂണിസത്തെയും ഭയപ്പെടുന്നവരുമായ നിരവധി ഗ്രൂപ്പുകളെ ആകർഷിക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറിൻ്റെ ലക്ഷ്യം. ശ്രദ്ധയും താൽപ്പര്യവും ജനിപ്പിക്കുന്നതിനായി ഹിറ്റ്ലർ പ്രചാരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. ആവേശകരമായ മുദ്രാവാക്യങ്ങൾ സൃഷ്ടിക്കാൻ പത്രങ്ങളും പോസ്റ്ററുകളും ഉപയോഗിച്ചു. ആകർഷകമായ ചിഹ്നങ്ങളും യൂണിഫോമുകളും പ്രദർശിപ്പിച്ചു. നിരവധി പാർട്ടി മീറ്റിങ്ങുകൾ, പരേഡുകൾ, റാലികൾ എന്നിവ നടത്തി. ജർമ്മൻ യുവാക്കൾ, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ എന്നിവർക്കിടയിൽ പാർട്ടി ജനപ്രിയമായി മാറി. 1929 ആരംഭിച്ച മഹാമാന്ദ്യകാലത്ത് ജർമ്മനി നേരിട്ട സാമ്പത്തിക തകർച്ചയാണ് നാസി പാർട്ടിയുടെ വിജയത്തിന് ഏറ്റവും കാരണമായത്. ഈ പ്രതിസന്ധി വ്യാപകമായ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമായി. 1930 തെരഞ്ഞെടുപ്പിൽ നാസികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും പിന്തുണ കുത്തനെ ഉയർന്നു. എന്നാൽ നാസികൾക്കായിരുന്നു കൂടുതൽ പിന്തുണയുണ്ടായിരുന്നത്. 18.3% വോട്ടും 107 സീറ്റുകളും അവർ നേടി. ഈ ഫലത്തോടെ അവർ റിച്ച് സ്റ്റാഗിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായി. ഒരു സർക്കാർ രൂപീകരിക്കാൻ ഏറ്റവും വലിയ പാർട്ടിയായ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് ഹിൻഡൻബർഗും അദ്ദേഹത്തിൻ്റെ ഉപദേശകരും ആഗ്രഹിച്ചില്ല. അതിനാൽ പ്രസിഡന്റിൻ്റെ ഉത്തരവ് പ്രകാരം നാസികൾ ഭരണത്തിന് ശ്രമിച്ചു.
ഭരണഘടന ഭേദഗതി ചെയ്ത് സ്വേച്ഛാധിപത്യ ഭരണം സ്ഥാപിക്കാൻ അവർ സമയബന്ധിതമായി പദ്ധതി തയ്യാറാക്കി. വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ ധ്രുവീകരണം അക്രമത്തിലേക്ക് നയിച്ചു. 932 ആയപ്പോഴേക്കും അത് 4 ലക്ഷം അംഗങ്ങളെ നേടി. അതിനെ തുടർന്ന് മാരകമായ തെരുവ് യുദ്ധങ്ങളും ദിവസേനയുള്ള കൊലപാതകങ്ങളും പതിവായി. പാർലമെൻ്ററി ജനാധിപത്യം പ്രത്യേക താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ജർമ്മനിയെ നശിപ്പിക്കുകയാണെന്ന ഹിറ്റ്ലറുടെ വാദത്തോട് കൂടുതൽ ജർമ്മൻകാർ യോജിക്കാൻ തുടങ്ങി. ജർമ്മനിയെ ഒന്നിപ്പിക്കാനും ദേശീയ താൽപ്പര്യത്തിൽ ഭരിക്കാനും രാജ്യത്തിന് ശക്തനായ ഒരു നേതാവിനെ ആവശ്യമാണെന്ന് ഹിറ്റ്ലർ തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ പാർട്ടി അതിൻ്റെ പൊതുപ്രചരണത്തിൽ ജൂതവിരുദ്ധതയ്ക്ക് കാര്യമായ പ്രാധാന്യം നൽകിയില്ല. 932 റീച്ച്സ്റ്റാഗിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് നാസി പാർട്ടി 37.4% വോട്ടും 230 സീറ്റുകളും നേടി. റീച്ച്സ്റ്റാഗിലെ ഏറ്റവും വലിയ പാർട്ടിയായി. എങ്കിലും ചാൻസലറായി നിയമിക്കപ്പെടുന്നതുവരെ ഒരു സഖ്യ സർക്കാരിൽ ചേരാൻ ഹിറ്റ്ലർ വിസമ്മതിച്ചു. 932 നവംബറിൽ റീച്ച്സ്റ്റാഗിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തേണ്ടി വന്നു. നാസി പാർട്ടി ഏറ്റവും വലിയ പാർട്ടിയായി ഉയർന്നു. പക്ഷേ ജൂലൈയിലേതിനേക്കാൾ 20 ദശലക്ഷം വോട്ടുകൾ അവർക്ക് കുറഞ്ഞു. പാർട്ടി 33.1% വോട്ടുകൾ നേടി 196 സീറ്റുകളിലേക്ക് താഴ്ന്നു. ഈ സമയമായപ്പോഴേക്കും ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടു വരികയും പാർട്ടിയുടെ ജനപ്രീതി ക്രമേണ കുറയുകയും ചെയ്തു. പിന്നീട് 933 ജനുവരി 30 പ്രസിഡന്റ് ഹിൻഡൻബർഗ് ഒരു സഖ്യ സർക്കാരിൽ ഹിറ്റ്ലറെ ചാൻസലറായി നിയമിച്ചു. നാസികളുടെ ആധിപത്യമല്ല, മറിച്ച് ജർമ്മൻ നാഷണൽ പീപ്പിൾസ് പാർട്ടിയിലെ അംഗങ്ങളും ബ്യൂറോക്രസിയിലെ പക്ഷപാതമില്ലാത്ത പ്രൊഫഷണലുകളുമാണ് ഇതിൽ ആധിപത്യം പുലർത്തിയത്. യാഥാസ്ഥിതിക അംഗങ്ങൾക്ക് ഹിറ്റ്ലറെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശകർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഹിൻഡൻബർഗ് ഈ നടപടി സ്വീകരിച്ചത്. ഭരണഘടന ഭേദഗതി ചെയ്യാനും ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രം സൃഷ്ടിക്കാനും ഹിറ്റ്ലറുടെ ബഹുജന പിന്തുണയെ ഉപയോഗിക്കാം എന്ന് അവർ വിശ്വസിച്ചു. ചാൻസലറായി മാറിയതോടെ സർക്കാരിനെ പാർട്ടിയുടെ നിയന്ത്രണത്തിലാക്കാൻ ഹിറ്റ്ലർ വേഗത്തിൽ നീക്കം ആരംഭിച്ചു. റീച്ച്സ്റ്റാഗ് പിരിച്ചുവിടാനും പുതിയ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കാനും അദ്ദേഹം ഹിൻഡൻബർഗിനെ പ്രേരിപ്പിച്ചു. കമ്മ്യൂണിസവും സോഷ്യലിസവും ഉൾക്കൊള്ളുന്ന മാർക്സിസത്തെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള പോരാട്ടത്തിൽ എല്ലാ നല്ല ജർമ്മൻകാരെയും ഏകീകരിക്കാൻ നാസികളുടെ പ്രചാരണ വേദി ആഹ്വാനം ചെയ്തു. നാസി പാർട്ടി ജർമ്മനിയെ അതിൻ്റെ പ്രചരണത്താൽ നിറച്ചു. അതേസമയം സർക്കാർ പ്രതിപക്ഷ മാധ്യമങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഫ്യൂററിനു ജർമ്മനിയുടെ പല ഭാഗങ്ങളിലും ഷുട്സ്റ്റാഫൽ അംഗങ്ങളെ സഹായ പോലീസായി നിയോഗിച്ചു. കമ്മ്യൂണിസ്റ്റുകളെ ആക്രമിക്കാനും അറസ്റ്റ് ചെയ്യാനും കൊല്ലാനും അവർ തങ്ങളുടെ അവസരം വിനിയോഗിച്ചു. 933 ഫെബ്രുവരി 27 റീച്ച്സ്റ്റാഗ് കെട്ടിടത്തിൽ ഒരു തീപിടുത്തമുണ്ടായി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ തീപിടുത്തം ഒരു കാരണമായി. ഇത് സർക്കാരിന് പൗരസ്വാതന്ത്ര്യം നിഷേധിക്കാനും സംസ്ഥാന സർക്കാരുകളെ ഏറ്റെടുക്കാനും അവസരമായി. മാർച്ച് 5 റീച്ച്സ്റ്റാഗ് തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടി 44% വോട്ടുകൾ നേടി. മാർച്ച് 23 പ്രാപ്തമാക്കൽ നിയമം പാസ്സാക്കുന്നതിന് ആവശ്യമായ വോട്ടുകൾ നേടുന്നതിന് ഹിറ്റ്ലർ അറസ്റ്റുകളും ഭീഷണികളും വ്യാജ വാഗ്ദാനങ്ങളും ഒക്കെ ഉപയോഗിച്ചു. റീച്ച്സ്റ്റാഗിൻ്റെയോ പ്രസിഡൻറ്റിൻ്റെയോ അംഗീകാരമില്ലാതെ നിയമങ്ങൾ നിർമ്മിക്കാൻ ഇത് ഹിറ്റ്ലറെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെയും പ്രാപ്തമാക്കി. പ്രാപ്തമാക്കൽ നിയമം എന്നറിയപ്പെടുന്ന ബില്ലിൽ വോട്ടെടുപ്പ് നടന്ന ദിവസം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഭയപ്പെടുത്തുന്നതിനായി നാസി നേതൃത്വം മുമ്പ് ക്രോൾ ഓപ്പറ എന്നറിയപ്പെടുന്ന താൽക്കാലിക റീച്ച്സ്റ്റാഗ് കെട്ടിടത്തിലേക്ക് ഷുട്സ്റ്റാഫൽ സൈനികരെ അയച്ചു. ജനങ്ങളുടെയും റീച്ചിൻ്റെയും ദുരിതങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിയമം എന്നായിരുന്നു ഇതിനെ അവർ വിളിച്ചത്. 934 ഓഗസ്റ്റ് 2 പ്രസിഡന്റ് ഹിൻഡൻബർഗ് മരിച്ചു. തുടർന്ന് ജർമ്മൻ സായുധ സേനയിലെ ഓരോ അംഗവും ഹിറ്റ്ലറിനോട് വ്യക്തിപരമായി വിശ്വസ്തത പുലർത്തുമെന്ന് പ്രതിജ്ഞയെടുക്കാൻ ഉത്തരവിട്ടു. എതിർപ്പില്ലാതെ റീച്ചിൻ്റെ പ്രസിഡന്റ് എന്ന പ്രത്യേക സ്ഥാനം ഹിറ്റ്ലർ നിർത്തലാക്കി. ജർമ്മൻ ജനതയുടെ സമ്പൂർണ്ണ ഭരണാധികാരി ഫ്യൂററും റീച്ച് ചാൻസലറുമാണെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു. ഗീബൽസിനെ പുതിയ പ്രചരണ മന്ത്രാലയത്തിൻ്റെ തലവനായി നിയമിച്ചപ്പോൾ ഹിറ്റ്ലർ പാർട്ടി ഓഫീസിനെ ഒരു സർക്കാർ ഏജൻസിയാക്കി മാറ്റി.
ജർമ്മനിയുടെ തെറ്റുപറ്റാത്ത രക്ഷകനായി ഹിറ്റ്ലറെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വ ആരാധനാക്രമം ഗീബൽസ് സൃഷ്ടിച്ചു. ജർമ്മനിയിൽ നാസി പ്രചരണം ഒഴിവാക്കാനാവാത്തതായി മാറി. അത് പത്രങ്ങളിലും സിനിമകളിലും റേഡിയോയിലും പൊതു ഇടങ്ങളിലും ആധിപത്യം സ്ഥാപിച്ചു. എല്ലായിടത്തും ഹിറ്റ്ലറുടെ ഛായാചിത്രങ്ങളോ പ്രതിമകളോ പ്രത്യക്ഷപ്പെട്ടു. എല്ലാ നഗരങ്ങളും പട്ടണങ്ങളും അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ഒരു തെരുവിൻ്റെയോ പൊതു ഇടത്തിൻ്റെയോ പേര് മാറ്റി. പൊതുജനങ്ങൾക്ക് മുമ്പിൽ സാധാരണ ജർമ്മൻകാർ ഹിറ്റ്ലറെ പ്രശംസിക്കുകയും ഹെയിൽ ഹിറ്റ്ലർ എന്ന ജർമ്മൻ ആശംസകൾ നേരുകയും ചെയ്തു. സ്കൂൾ പാഠ്യപദ്ധതികളിലും പ്രചരണം വ്യാപിപ്പിച്ചു. ട്രയംഫ് ഓഫ് ദി വിൽ എന്ന സിനിമ ഹിറ്റ്ലറെ വളരെ ദിവ്യനായ നേതാവായി ചിത്രീകരിച്ചു. ഗവൺമെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും നാസി പാർട്ടിക്കുണ്ടായിരുന്ന നിയന്ത്രണം അവരുടെ സെമിറ്റിക് വിരുദ്ധ അജണ്ട നടപ്പിലാക്കാൻ ഉപകരിച്ചു. കേന്ദ്ര സർക്കാർ വ്യാപകമായി സെമിറ്റിക് വിരുദ്ധ ഉത്തരവുകൾ നടപ്പിലാക്കി. അതിനു മുമ്പ് തന്നെ നാസി ഉദ്യോഗസ്ഥർ പ്രാദേശിക തലത്തിൽ ജൂതരെ പീഡിപ്പിച്ചു തുടങ്ങിയിരുന്നു. ജൂതന്മാരെ തൊഴിലുകളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും ഒഴിവാക്കി. 1930കളുടെ അവസാനത്തോടെ ബഹുഭൂരിപക്ഷം ജർമ്മൻകാരും ഹിറ്റ്ലറെയും നാസി രാഷ്ട്രത്തെയും പിന്തുണച്ചു. ഹിറ്റ്ലറെയും നാസി പാർട്ടിയെയും പുറത്താക്കാനുള്ള ഏക സംഘടിത ശ്രമം നടന്നത് 1944 ജൂലൈ 20-നാണ്. ഈ സമയമായപ്പോഴേക്കും രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയുടെ പരാജയം ഏതാണ്ട് ഉറപ്പായിരുന്നു. 1945 ഏപ്രിൽ 30-ന് ഹിറ്റ്ലറുടെ ആത്മഹത്യയെ തുടർന്ന് ജർമ്മനി കീഴടങ്ങി. സഖ്യകക്ഷികൾ നാസി പാർട്ടിയെ നിരോധിക്കുകയും അതിനെ ഒരു ക്രിമിനൽ സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് അവർ ഉന്നത നാസി നേതാക്കളെ വിചാരണ ചെയ്തു. ഇപ്പോഴും ജർമ്മനിയിൽ നാസി പാർട്ടിക്ക് നിരോധനമുണ്ടെങ്കിലും ആ ആശയത്തെ അനുധാവനം ചെയ്യുന്നവർ നമുക്കിടയിലുണ്ടെന്നുള്ളതിനെയാണ് നാം കരുതിയിരിക്കേണ്ടത്. ചരിത്രം മറ്റൊരു തരത്തിലും പുതിയ പേരുകളിൽ ഇനി ആവർത്തിക്കരുത്. രക്ഷിക്കാൻ അദൃശ്യതയിൽ നിന്ന് ആരുമെത്തില്ല. നമുക്ക് നാം തന്നെ കാവലാകണം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.